ഹീറോയിൻ ബബ്ലി ഒരൊറ്റ ഇരിപ്പില് 20 പൊറോട്ട വരെ കഴിക്കുമായിരുന്നു. എന്നാ ഒരു തിന്നുന്നതെല്ലാം ബുദ്ധിയിലേക്ക് കേറുന്നുണ്ടോ എന്ന് ചോദിച്ചാല് അതുമില്ല. സ്കൂളിൽ പഠിക്കുന്നതിൽ അവള് വളരെ മോശമായിരുന്നു. ഒരു ദിവസം സ്കൂളിൽ ഇരുന്ന് പഴം കഴിച്ചിട്ട് അവൾ ആ തൊലിയാന്ന് വെച്ചാൽ പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. ഇത് കണ്ട ടീച്ചർ അവളോട് എഴുന്നേറ്റ് നിർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്നാൽ ഇതിനു പോലും മര്യാദക്ക് മറുപടി പറയാതെ ടീച്ചർ എന്തോ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ക്ലാസ് കഴിഞ്ഞതും ടീച്ചർ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇവള് എറിഞ്ഞ ആ ഒരു തൊലി ചവിട്ടി തന്നെ ടീച്ചർ വീഴുന്നുണ്ട്. അതോടുകൂടി ബബ്ലി അവളുടെ സ്കൂൾ പഠിത്തം നിർത്താണ്. പിന്നീട് നാട്ടിൽ ഒരു കല്യാണം വരാണ്. എല്ലാവരും ആ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്താണ് ഈ ഒരു ടീച്ചറുടെ മോനായിട്ടുള്ള വിരാജ് അവിടേക്ക് വരുന്നത്. ഇവരെ കണ്ടതും ബബ്ലിക്കാന്ന് വെച്ചാൽ വല്ലാതെ അങ്ങോട്ട് ഇഷ്ടമായി പോകുന്നുണ്ട്. അവനോട് കൂടുതൽ കമ്പനി ആവാൻ വേണ്ടി അവള് നോക്കാണ്. അവസാനം അവര് രണ്ടുപേരും നല്ല കമ്പനിയായി നല്ല രീതിയിൽ ഒന്നിച്ച് കറങ്ങാനൊക്കെ തുടങ്ങാണ്. പിന്നീട് വീട്ടിൽ വന്ന അവളും എങ്ങനെയൊക്കെ വിരാജിന്റെ ID കണ്ടുപിടിച്ച് റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. അവനും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവൾക്ക് അതിലും വലിയ സന്തോഷമായിരുന്നു. ബബ്ലി എങ്ങനെയെങ്കിലും വിരാജിനെ കറക്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവളുടെ അച്ഛനാന്ന് വെച്ചാൽ അവൾക്ക് ഒരു കല്യാണാലോചന കൊണ്ടുവരുന്നത്. ആ ഒരു പയ്യൻ അവളെ പെണ്ണ് കാണാനായിട്ട് വരുന്ന സമയത്ത് അവള് ഭയങ്കരമായിട്ട് മിസ്ബിഹേവ് ചെയ്യാണ്. മുക്കിലെല്ലാം വിരലിട്ട് വൃത്തിയില്ലാത്ത രൂപത്തിൽ ഇരിക്കുന്ന കണ്ട ആ ചെക്കന് ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടാണ്. എനിക്ക് ഈ ഒരു പെണ്ണിനൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട്. ഇതുകൊണ്ടൊന്നും അവളുടെ അച്ഛൻ നിർത്തിയില്ല. പിറ്റേ ദിവസം തന്നെ വേറൊരു ചെക്കന്റെ ഫോട്ടോ എടുത്ത് അവൾക്ക് കാട്ടിക്കൊടുക്കുന്നുണ്ട്. ആ ഒരു പയ്യൻ ഇപ്പൊ ഒരു മെഡിക്കൽ ഷോപ്പാണ് വെച്ചിരിക്കുന്നത്. അതറിഞ്ഞ ബബ്ലിയും ഡയറക്റ്റ് ആ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് കോണ്ടം ചോദിച്ചു വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനും അവളെ നന്നായി തന്നെ ശ്രദ്ധിക്കാണ്. പിറ്റേ ദിവസം പെണ്ണ് കാണാനായിട്ട് ഇവന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ബബ്ലിയെ കണ്ട് അവൻ ഷോക്കായി പോവാണ്. അയ്യോ, ഇങ്ങനത്തെ ഒരു പെണ്ണിനെ വേണ്ടാന്ന് പറഞ്ഞ അവനും അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടുന്നുണ്ട്. ബബ്ലി ഡൽഹിയിലുള്ള തന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള വിരാജിനെ കാണണമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഏരിയയിൽ തന്നെ ഒരു ലേഡി ബൗൺസർ ആയിട്ട് ഒരു ബാറിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ജോലിക്ക് കയറിയ ഉടനെ തന്നെ അവള് വിരാജിനെ കോൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഡൽഹിയിലുണ്ട്, നമുക്ക് മീറ്റ് ചെയ്താലോ എന്ന് അവനോട് ചോദിക്കുകയാണ്. വിരാജും സൺഡേ ലഞ്ച് ടൈമിൽ നമുക്ക് മീറ്റ് ചെയ്യാന്ന് സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേരും സൺഡേ ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടാണ്. വിരാജ് ഇപ്പോ ബബ്ലിയോട് എന്തിനാ നീ ഇപ്പോ ഡൽഹിയിലേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോ അവളും ബാറില് ഞാനൊരു ബൗൺസർ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഒരു ദിവസം ബബ്ലി ജോലി ചെയ്യുന്ന ആ ഒരു ബാറിലേക്ക് വിരാജും അവന്റെ ഫ്രണ്ട്സിനെ കൂട്ടിക്കൊണ്ടുവരാണ്. വിരാജിനെ കണ്ട ബബ്ലി ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. പാർട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന അവന്റെ അടുത്തേക്ക് പോയിട്ട് അവളും ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനും അതുകൊണ്ട് തന്നെ തന്റെ ഫ്രണ്ട്സിന് എല്ലാവരെയും ബബ്ലിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവൾ നന്നായിട്ട് സംസാരിക്കുന്നത് കണ്ട അവന്റെ ഫ്രണ്ട്സും ഇവര് തമ്മിൽ നല്ല കമ്പനിയാണെന്ന് വിചാരിച്ച് 2 ദിവസം കഴിഞ്ഞാല് വിരാജിന്റെ ബർത്ത്ഡേ ആണെന്നും ആ ബർത്ത്ഡേ പാർട്ടിയില് നീയും വന്ന് പങ്കെടുക്കാനൊക്കെ അവളോട് പറയുന്നുണ്ട്. അവളും അതിന് സമ്മതിക്കാണ്. എന്നിട്ട് ആ ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ ദിവസം നല്ല പോലെ തന്നെ റെഡി ആയിട്ട് അവൾ ആ ഒരു പാർട്ടിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അവള് ഭയങ്കരമായിട്ട് കുടിക്കുകയാണ്. കുടിച്ച് ബോധമില്ലാതെ അവള് വിരാജിനോട് ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ഡൽഹിയിലേക്ക് വന്നതെന്നും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിന്നെ ലവ് ചെയ്യുന്നുണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേട്ട വിരാജും വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. നീ എന്താലോചിച്ചിട്ട് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്? നിനക്ക് മര്യാദക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം? പോട്ടെ, നിനക്കൊരു തരം വിദ്യാഭ്യാസം ഉണ്ടോ? 20 പൊറോട്ട ഒക്കെ ഒറ്റ അടിക്ക് ഇരുന്നിരിപ്പിന് തിന്നു തീർക്കും. നീയും ഞാനും തമ്മിൽ എന്തായാലും സെറ്റ് ആവാനേ പോകുന്നില്ല. നീ വേറെ ആരെങ്കിലും നോക്ക്, എനിക്ക് നിന്നെ ഇഷ്ടമൊന്നല്ല എന്ന് പറയാണ്. നെക്സ്റ്റ് പാർട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബബ്ലി അവള് സ്നേഹിച്ചിരുന്ന വിരാജ് എന്ന് പറഞ്ഞ പയ്യനോട് അവന്റെ ഇഷ്ടം പറഞ്ഞപ്പോ അവനാന്ന് വെച്ചാൽ അവള് ഇഷ്ടമല്ല എന്ന് പറയാണ്. ആ ഒരു വിഷമത്തില് അവള് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന സമയത്ത് കുറച്ച് താന്തോണി പയ്യന്മാര് അവിടേക്ക് വരുന്നുണ്ട്. അവളോടാന്ന് വെച്ചാല് മോശം രീതിയിൽ പെരുമാറാനായിട്ട് ശ്രമിക്കുകയാണ്. ഓൾറെഡി അവള് ഭയങ്കര ദേഷ്യത്തിലിരിക്കായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് കൂടി വന്നതോടെ തന്നെ ഒരു ബൗൺസറായ അവള് അവരെ നന്നായി തന്നെ പെരുമാറുന്നുണ്ട്, എടുത്തിട്ടടിക്കാണ്. ഈ സമയത്ത് കറക്റ്റ് അവിടേക്ക് പോലീസ് വരുന്നുണ്ട്. ഈ പോലീസുകാരെ ഈ പയ്യന്മാരെ മാത്രം പിടിച്ചു കൊണ്ടുപോവാതെ ബബ്ലിയെയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. ഈ വാർത്ത അറിഞ്ഞ് അവിടേക്ക് അവളുടെ അച്ഛൻ എത്തുന്നുണ്ട്. അച്ഛൻ സൈൻ ചെയ്തിട്ടൊക്കെയാണ് എങ്ങനെയൊക്കെ അവളെ പുറത്തിറക്കുന്നത്. ഇപ്പൊ നിനക്ക് എന്താണ് പറ്റിയതെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ലാന്നും എന്റെ മോളെ എനിക്ക് വിശ്വാസമാണ്, അവൾ ഒരിക്കലും എന്നെ തല കുനിച്ച് നിർത്തില്ല, നീ നിന്റെ കരിയറിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ആ ഒരു അച്ഛൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇന്ന് നടന്ന ആ ഒരു സംഭവം കൊണ്ട് തന്നെ വളരെ ദേഷ്യം വന്ന ബബ്ലിയും തിരിച്ച് റൂമിലെത്തിയതിനു ശേഷം വിരാജ് തന്നെ റിജക്ട് ചെയ്തത് ആലോചിച്ച് അവളും ഒരുപാട് അവിടെ കരഞ്ഞതിന് ശേഷം അവന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയും അപമാനപ്പെട്ടതിന് ശേഷം ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കണം എന്ന് വിചാരിച്ച ബബ്ലി അവളുടെ 10th എക്സാം എഴുതാമെന്ന് വിചാരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അവൾ ഒരു കോച്ചിങ് സെന്ററിൽ പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ അവളുടെ ജോലിയും തുടർന്നുകൊണ്ട് പോവാണ്. ഒരു ദിവസം ബാറിൽ ബൗൺസറായിട്ട് അവൾ ജോലി ചെയ്യുന്ന സമയത്ത് വിരാജ് അവിടേക്ക് വരുന്നുണ്ടെങ്കിലും അവളുടെ കൺമുന്നിൽ കൂടെ പോയിട്ട് പോലും അവനെ അവൾ മൈൻഡ് ചെയ്യാതെയാണ് പോകുന്നത്. അവനെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ ദിവസങ്ങൾ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കെ ഒരു ദിവസം ഒരു രാഷ്ട്രീയക്കാരന്റെ മകനുമായിട്ട് വിരാജിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടാവാണ്. ആ രാഷ്ട്രീയക്കാരന്റെ മകനാന്ന് വെച്ചാല് ഭയങ്കര അഹങ്കാരമുള്ള കൂട്ടത്തിലായിരുന്നു.
അവൻ തോക്കെല്ലാം എടുത്ത് വിരാജിനെ കൊല്ലാൻ പോകുന്ന ആ ഒരു കറക്റ്റ് സമയത്ത് അവിടേക്ക് ബബ്ലി എത്തുന്നുണ്ട്. നിനക്കിപ്പോ കൊല്ലണമെന്നുണ്ടെങ്കിൽ അവനെ കൊന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒന്ന് ചുറ്റും നോക്കിയേ, എല്ലായിടത്തും ക്യാമറ ഇരിക്കാം. നീ ഇപ്പൊ ഇവൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് അത് പിന്നെ നിന്റെ അച്ഛന്റെ പദവിയെ ബാധിക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു പയ്യനും വിരാജിനെ കൊല്ലാനായിട്ട് പേടി തോന്നുന്നുണ്ട്. അവൻ അവിടെ നിന്ന് പോകാണ്. അങ്ങനെ വിരാജിന്റെ ജീവൻ രക്ഷപ്പെടുന്നുണ്ട്. തന്നെ ഒരു വലിയ ആപത്തിൽ നിന്ന് രക്ഷിച്ച, തന്റെ ജീവൻ തന്നെ രക്ഷിച്ച ആ ഒരു പെണ്ണിനോട് ഇപ്പൊ വിരാജിന് ചെറുതായിട്ട് ഇഷ്ടം തോന്നി തുടങ്ങുന്നുണ്ട്. ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ബബ്ലി അവളുടെ ഇഷ്ടം വിരാജിനോട് തുറന്നു പറഞ്ഞിട്ടും അവൻ അവളെ റിജക്ട് ചെയ്യാണ്. പക്ഷെ ഒരു അവസരത്തിൽ വിരാജിന്റെ ജീവൻ ഒരു ഗുണ്ടയുടെ അടുത്ത് നിന്ന് അവളെ രക്ഷിക്കുന്നുണ്ട്. അതിൽ പിന്നെ വിരാജിനും അവളോട് ഒരു ചെറിയ താല്പര്യം തോന്നി തുടങ്ങാണ്. ഇത് മനസ്സിലാക്കിയ അവനും അവളോട് ചെന്നിട്ട് എനിക്കിപ്പോ എല്ലാം മനസ്സിലായി, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, നിന്നെ പോലെ ഒരാൾക്കും എന്നെ സ്നേഹിക്കാൻ പറ്റില്ല എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാ അവളും സ്നേഹോ എനിക്കിപ്പൊ നിങ്ങളോട് സ്നേഹമൊന്നുമില്ല, അതൊക്കെ എന്നേ ഇല്ലാണ്ടായി പോയി എന്ന് പറഞ്ഞ് അവനെ റിജക്ട് ചെയ്യാണ്. ഒരു ദിവസം ബാറില് ബൗൺസർ ആയിട്ട് ജോലി ചെയ്യുന്ന ബബ്ലി ഒരു കാഴ്ച കാണാണ്. ബാറിൽ വന്ന ചില ആൾക്കാര് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്, അവളെ റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവരെ ഫോളോ ചെയ്തു പോയി അവളാന്ന് വെച്ചാൽ കുറെ തല്ലി പിടിച്ച് ആ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാനായി ശ്രമിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ബബ്ലിയുടെ തലക്ക് അടി കൊള്ളുന്നുണ്ട്. അവൾ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാണ്. കണ്ണ് തുറന്ന് നോക്കുമ്പോ അവളിപ്പോ ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത്. ആ ഒരു പെൺകുട്ടിക്ക് എന്താ സംഭവിച്ചെന്ന് അവൾ അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്താണ് അവള് ടിവിയില് ന്യൂസ് കാണുന്നത്. ന്യൂസിലല്ല ഇവളെ പറ്റി പുകഴ്ത്തിക്കൊണ്ട് പോലീസ് ഓഫീസേഴ്സ് വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവള് തന്നെയായിരുന്നു വാർത്തയിൽ മുഴുവൻ. കാരണം എന്താന്ന് വെച്ചാൽ ഇവൾക്ക് അടി കൊണ്ടെങ്കിലും ആ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാനായിട്ട് അവൾക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അവളെ പുകഴ്ത്താനായിട്ട് തുടങ്ങാണ്. ചെറുപ്പം മുതല് അവള് നന്നാവൂല എന്ന് പറഞ്ഞ ടീച്ചറും ആ ടീച്ചറിന്റെ മകനായിട്ടുള്ള അവളെ റിജക്ട് ചെയ്ത വിരാജും അവിടേക്ക് വരുന്നുണ്ട്. ഇത്ര നാളും അവളെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന ആ ഒരു ടീച്ചർ അവളെ പുകഴ്ത്തി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് വലിയ സന്തോഷമാവാണ്. ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് തന്നെ അവൾക്ക് എന്തോ ഒരു അവാർഡ് എല്ലാം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ഒരു ബൗൺസർ കമ്പനി സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ലൈസൻസും അവൾക്ക് കിട്ടാണ്. ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അടുത്ത മൂവി ഏത് വേണമെന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ.